മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാട്ടുകാർ പരസ്പരം വിവരമറിയിച്ചാണ് ആളുകളോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത്. ആദ്യം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാട്ടുകാരിൽ ഒരാൾ അയച്ച വാട്സപ്പ് സന്ദേശം 24-ന് കിട്ടി. ഇവിടെ മുണ്ടക്കൈയിൽ രണ്ടാമത് പൊട്ടുന്നുണ്ട് കേട്ടോ. മുണ്ടക്കൈ രണ്ടാമത് പൊട്ടുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര വെള്ളം വരുന്നുണ്ട്. എല്ലാരും സേഫ് ആകെ, കുറച്ചിറങ്ങുവോ, മദ്രസിൽ ഇറങ്ങുവോ, കേറി 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 വരൂ വരൂ, വാ വാ വാ, കുറച്ച് മേലെ സേഫ് ആവോ, മദ്രസിൽ ഇറങ്ങിക്കോ. കുറച്ച് സേഫായി നിൽക്കോ ഇങ്ങോട്ട്. ഒന്നാമത് ഉരുൾപൊട്ടി മദ്രസയിലേക്ക് അഭയം പ്രാപിച്ച ആളുകളാണ്. രണ്ടാമതും ഉരുൾപൊട്ടി വന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണിത്. എത്ര ഭയാനകമായിരുന്നു അവിടുത്തെ ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ഈ മദ്രസയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മി, വിശദാംശങ്ങൾ പറയൂ. എസ് കെ, അതുതന്നെയാണ്. അത്രത്തോളം അതിഭീകരമായിരുന്നു ആ സമയത്തെ അവസ്ഥ എന്നൊന്നും നമ്മൾ ഇവിടെ കാണുന്ന മനുഷ്യരുടെ ശബ്ദങ്ങൾ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയുകയാണ്. അതിനിടയിലാണ് നമുക്ക് ആ ശബ്ദ സന്ദേശം കിട്ടുന്നത്. അത് യഥാർത്ഥത്തിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതെല്ലാം ആദ്യം ഉരുൾപൊട്ടി ആളുകളെ ഒഴിപ്പിച്ചു. അപ്പോൾ ആ വിവരങ്ങൾ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരാളുടെ കൈ തട്ടി ഉണ്ടായ ശബ്ദമാണത്. രണ്ടാമത്തെ എസ് കെ, ആദ്യം ഉരുൾപൊട്ടി 1 മണിക്കൂർ കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടൽ അതിഭീകര ഉരുൾപൊട്ടലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ മദ്രസയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ ഒഴിയാൻ ആവശ്യപ്പെടും, എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നതാണ് ആ ശബ്ദ സന്ദേശം. ആ ശബ്ദം അയച്ച ആളും മദ്രസയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ ഇല്ല എസ് കെ. അവരെല്ലാം ഒഴുകിപ്പോയി. ഇവിടെ പറയുകയായിരുന്നു, ആ സമയത്ത് വെള്ളം ഒലിച്ചിങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ചൂരൽമല ശിവക്ഷേത്രം ഇപ്പോഴില്ല, തറ മാത്രമേ ഉള്ളൂ. അതിനടുത്ത് കണ്ട ആലിന്റെ പകുതിയോളം വെള്ളം ഇങ്ങനെ ഇരച്ച് വരുമ്പോഴേക്കും ആളുകൾ ഒഴുകിപ്പോകുന്ന കൂട്ടത്തിൽ അവരുടെ കയ്യിൽ വലിയ ടോർച്ചുണ്ട്, ഈ ബാറ്ററിയുടെ വലിയ ടോർച്ചുണ്ട്. ആ ടോർച്ച് ഇങ്ങനെ കൈവീശി ഇങ്ങനെ ഒഴുകി പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഈ ടോർച്ച് കൈവീശി കാണിക്കുന്നുണ്ട് രക്ഷപ്പെടുത്താൻ. അങ്ങനെ നിസ്സഹായമായി കരയ്ക്കുന്ന കഥയൊക്കെ കണ്ണീരോടുകൂടി ഇവരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവരും കരയുകയാണ് എസ് കെ. അങ്ങനെ കണ്ണീരോടുകൂടി പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടു. എസ് കെ, ഞാൻ നിൽക്കുന്ന വെള്ളാർമലയാണ്. അതിന്റെ ആ സ്കൂളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുകയാണുള്ള മരവും ഒക്കെ ഒന്ന് അടിച്ച് പൊളിഞ്ഞു കിടക്കുകയാണ്. മരങ്ങളൊക്കെ കടപൊഴി അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ സ്ട്രെച്ചിൽ അങ്ങോട്ടേക്ക് നടന്നാൽ, ഈ സ്കൂളിന്റെ ബാക്കി കൂടെയുള്ള വഴി അങ്ങോട്ടേക്ക് നടന്നാൽ അവിടെയൊക്കെ വലിയ നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ ചെളി ഇപ്പോഴും അവിടെ കുത്തനെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് എസ് കെ. അങ്ങനെ ഒരു യുദ്ധഭൂമി കണക്കെ, ഒരു ദുരന്ത ഭൂമി കണക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും. ഇന്നും രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ മേഖലയിൽ എത്രത്തോളം ഈ റിക്കവറി ഉണ്ടാകും എന്ന കാര്യം അറിയില്ല. റിക്കവറി ഇനി ഉണ്ടായാൽ തന്നെയും അതൊരു പക്ഷേ ഇനി എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്നിഗ്ധ വേദനകളിൽ ആ മനുഷ്യർ നിൽക്കുന്നു. എല്ലാവരും ചോദിക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഈ വേദന ഒരു കാലത്തും ഉറ്റവർ ഇല്ലാതാവുന്നതിന്റെ വേദന ഒരു കാലത്തും മറക്കാൻ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. നൗഫൽ എന്ന് പറഞ്ഞ പ്രവാസിയുടെ കാര്യം. അച്ഛൻ പോയി, അമ്മ പോയി, ഭാര്യ പോയി, മക്കൾ 3 പേര് പോയി, സഹോദരങ്ങൾ പോയി, സഹോദരങ്ങളുടെ ഭാര്യ മക്കളും എല്ലാവരും പോയി. ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു 3 മാസത്തെ ഒമാൻ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും നൗഫലും അദ്ദേഹത്തിന്റെ വീടും എല്ലാവരും പോയി ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള എന്താണ് ഇനി ഉള്ള വഴി എന്ന് പറയുന്നു. ആ ഉറ്റവരെ പിരിഞ്ഞ വേദന എന്തായാലും ജീവിതകാലത്തേക്ക് മാറാൻ പോകുന്നില്ല. അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിലാണ്, ക്യാമ്പിൽ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോഴുണ്ട്. പക്ഷേ ഈ ക്യാമ്പിൽ ഞങ്ങൾക്ക് എത്ര നാൾ അവിടെ കഴിയാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, 1 മാസം 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾ വിട്ടുപോകല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എസ് കെ, ഞങ്ങൾ ഇതിനെയും ഈ വാർത്ത മാറി വേറെ എന്തെങ്കിലും വാർത്ത വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഉറപ്പൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അവർ പറയുന്നുണ്ട് എല്ലാവരും പോകും. ഇപ്പോൾ ഇവിടേക്ക് വന്ന് രക്ഷാദൗത്യ പ്രവർത്തകരൊക്കെ മലയിറങ്ങി പോകും. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മാത്രമാകും. അപ്പം ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ഒരു വീട് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല. ഞങ്ങളുടെ എല്ലാവിധ ജീവനോപാധികളും ഉപാധികളും ആയുഷ്കാലത്തിന് സമ്പാദ്യങ്ങളും ഒക്കെ അവിടെ നഷ്ടമായി എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിലൊക്കെ പോയി, വളരെ കുറച്ച് പേരാണ് ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് 3 സെന്റ് 4 സെന്റൊക്കെ വാങ്ങിയവരുണ്ട്. അതൊക്കെ ഒളിച്ചുപോയി. ഞങ്ങളിനി മുന്നോട്ടൊക്കെ എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ അന്താളിച്ച് നിൽക്കുകയാണ് ഈ പാവം ഗ്രാമം. എസ് കെ ഇന്നും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇന്നും ആ സൂചിപ്പാറയ്ക്ക് താഴെ വടുവഞ്ചാൽ മേഖലയിൽ ഇപ്പോഴും ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എസ് കെ. ഇന്ന് ആ മേഖല കേന്ദ്രീകരിച്ച് ചാലിയാർ പുഴയോരം കേന്ദ്രീകരിച്ചും ആ പരിശോധന പുരോഗമിക്കുകയാണ് എസ് കെ. താങ്ക് യു. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്.